ദൈവനാമം മഹത്വപ്പെടട്ടെ. 50 ദിനങ്ങളുള്ള അനുഗ്രഹീതമായ തപസ്സിൻ്റെ കാലം. ഒരു വനത്തിൽ 2 പേർ തടി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ വൃദ്ധനും മറ്റേയാൾ ഊർജ്ജസ്വലനായ ഒരു യുവാവും. 2 പേരും ഒരേ സമയത്താണ് ജോലിക്കിറങ്ങിയത്. എന്നാൽ വൃദ്ധൻ പലപ്പോഴും ജോലി നിർത്തി വിശ്രമിക്കുന്നും ഉണ്ടായിരുന്നു. വൈകുന്നേരം 2 പേരും തങ്ങൾ മുറിച്ചുകൂട്ടിയ തടികൾ പരിശോധിച്ചപ്പോൾ കൂടുതൽ സമയം വിശ്രമിച്ച വൃദ്ധൻ കൂടുതൽ തടികൾ മുറിച്ചുകൂട്ടിയിരിക്കുന്നു. ഈ ഊർജ്ജസ്വലനായ യുവാവ് ആ വൃദ്ധനോട് ചോദിച്ചു, അങ്ങ് കൂടുതൽ സമയം വിശ്രമിച്ചു, എന്നാൽ ഞാൻ വിശ്രമിക്കാതെ ജോലി തുടരുകയായിരുന്നു. എന്നിട്ടും കൂടുതൽ തടികൾ അങ്ങാണല്ലോ മുറിച്ചെടുത്തിരിക്കുന്നത്. വൃദ്ധൻ മറുപടിയായി ആ യുവാവിനോട് പറഞ്ഞു അത്രേ, മകനെ, ഞാൻ വിശ്രമിക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടി രാഖി മിനുക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ചു സമയം കൊണ്ട് കൂടുതൽ തടി മുറിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. തിരക്കേറിയ ഈ ജീവിതത്തിൽ നമ്മെ തന്നെ രാഗി മൂർച്ച കൂട്ടി മിനുസപ്പെടുത്തേണ്ടുന്ന ദിവസങ്ങളായാണ് ഓരോ നോമ്പുകാലവും നമുക്ക് സമ്മാനിക്കപ്പെടുന്നത്. സുവിശേഷ ഭാഗങ്ങളിൽ കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അന്വേഷിക്കുമ്പോൾ ക്രിസ്തു ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉത്തരം ഒന്ന് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ, എനിക്ക് കാഴ്ചയുണ്ടാകണം. നമ്മുടെ നോമ്പുകളിൽ ക്രിസ്തു ഈ ചോദ്യം നമ്മോടും ചോദിക്കുന്നുണ്ട്. അതിനുള്ള ശരിയായ മറുപടി എപ്പോഴാണോ നമുക്ക് നൽകുവാൻ കഴിയുന്നത്, അപ്പോൾ നമ്മുടെ നോമ്പുകൾ അനുഗ്രഹകരമാകും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.